നമസ്കാരം. പാർട്ടിയെയും സഖാക്കളെയും ഒക്കെ വഞ്ചിച്ച വഞ്ചകനായ, ഇരട്ടത്താപ്പനായ, അവസരവാദിയായ PV അൻവറിനെതിരെ നടൻ വിനായകൻ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം രേഖപ്പെടുത്തുകയുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെയാണ്: യുവതി യുവാക്കളെ ഇദ്ദേഹത്തെ നമ്പരുത്. ശ്രീമാൻ PV അൻവർ പാവപ്പെട്ട ജനസമൂഹത്തെ കൂട്ടി നിർത്തിക്കൊണ്ട് താങ്കളുടെ മതരാഷ്ട്രീയ ഉഡായിപ്പ് വിപ്ലവം വിജയിപ്പിക്കാമെന്നത് വ്യാമോഹം മാത്രമാണ്. പൊതുജനം അത്രയ്ക്ക് ബോധമില്ലാത്തവരല്ല. കുയിലിനെയും കർദാർ സിംഗ് സാരഭയെയും മാതങ്കിനി ഹാജറായെയും ഗുദിറാം ബോസിനെയും അബൂബക്കറേയും മടത്തിൽ അപ്പുവിനെയും കുഞ്ഞമ്പു നായരെയും ചിരുകണ്ഠനെയും നിങ്ങളുടെ അനുയായികൾ മറന്നു കഴിഞ്ഞു. പിന്നെയല്ലേ പുത്തൻ വീട്. മിസ്റ്റർ PV അൻവർ താങ്കളുടെ മതരാഷ്ട്രീയ ഉഡായിപ്പ് വിപ്ലവം നിർത്തിപ്പോകും. യുവതി യുവാക്കളെ ഇദ്ദേഹത്തെ നമ്പരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രാഷ്ട്രീയത്തിലേക്ക് പറന്നു പോകൂ. ജയ് ഹിന്ദ് എന്നാണ് പറയുന്നത്. അതായത് PV അൻവറിനെ നമ്പരുത് എന്ന സത്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. പിടിക്കപ്പെടാറാകുമ്പോൾ ഞാൻ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ മകനാണെന്ന ഉഡായിപ്പ് നമ്പർ അടിച്ച് ഇവിടത്തെ ഒരു വിഭാഗം ജനങ്ങളെ അടർത്തിയെടുക്കാൻ PV അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില ഗിമ്മിക്കുകൾ, അത് ജനം അതിൻ്റെതായിട്ടുള്ള മെറിറ്റിൽ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, PV അൻവർ ഇതുവരെ ഉയർത്തിയിരിക്കുന്ന ആരോപണങ്ങൾ വെറും ആരോപണങ്ങൾ മാത്രമാണ്. സർക്കാരിനെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഈ നീക്കങ്ങൾ സത്യത്തിൽ ആർക്കാണ് ഗുണം ചെയ്തിട്ടുള്ളത് എന്നൊന്ന് സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. സ്വർണ്ണ കള്ളക്കടത്ത് സംഘത്തിന് മാത്രമാണ് അത് ഗുണം ചെയ്തിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ മാഫിയ സംഘങ്ങൾക്ക്, അല്ലെങ്കിൽ ഇവിടുത്തെ ക്രിമിനലുകൾക്ക്. അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം, അദ്ദേഹം ആർക്കെതിരെയാണ് ആരോപണങ്ങൾ ഉയർത്തുന്നത്? ആഭ്യന്തര വകുപ്പിനെതിരെ, കേരള പോലീസിനെതിരെ, ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ. പോലീസിലെ ഒട്ടുമിക്ക ആളുകളും ഈ പറയുന്നത് പോലെ ക്രിമിനലുകളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തുന്നത്. അപ്പോ സ്വാഭാവികമായും പോലീസിൽ ഒരു വിശ്വാസം നഷ്ടപ്പെടും. മാത്രമല്ല, ഇദ്ദേഹം എന്താണ് പറയുന്നത്? സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സ്വർണം മോഷ്ടിക്കുന്ന പോലീസുകാരുണ്ട് എന്ന് കൂടി പറയുകയാണ്. അതായത് ഇനി സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തെ പോലീസ് പിടികൂടാൻ പാടില്ല എന്നാണ് PV അൻവർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നീക്കം പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാകാതിരിക്കാൻ അൻവർ പല ശ്രമങ്ങളും നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. അദ്ദേഹം നടത്തിയ വീഡിയോ റിയാലിറ്റി ഷോ ഒക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് നടത്തുന്ന ആളുകളെ കൊണ്ടുവന്ന് ഇരുത്തി അവരുടെ സങ്കടം കേട്ടുകൊണ്ട് ഒരു കുമ്പസാരമൊക്കെ നടത്തി കള്ളനെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നീതിക്ക് വേണ്ടി പോരാടുന്ന പോലീസുകാരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഒരു ഭരണകക്ഷി MLA ഒട്ടും വിവരമില്ലാത്ത ഒരു വിവരദോഷിയെ പോലെ ഒരു വാർത്താ സമ്മേളനം നടത്തി കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? പോലീസ് അൻവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് വരാതായപ്പോൾ പോലീസിനെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ്. ഒരു വിഭാഗം ആളുകളെ തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ്? ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണോ? മാത്രവുമല്ല, ADGP MR അജിത് കുമാറിനെതിരെ ഒരു പരാതി കൊടുക്കുന്നു. ആ പരാതി അന്വേഷിക്കുന്നത് DGP ആണ്. എപ്പോൾ വരാൻ പോകുന്ന റിപ്പോർട്ട് പ്രതികൂലമായ റിപ്പോർട്ടായിരിക്കുമെന്ന തെറ്റിദ്ധാരണ വളർത്തുന്നു. അതായത് ADGPക്കും താഴെയാണ് DGP എന്ന രീതിയിലൊക്കെയാണ് ഈ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മറ്റുള്ളവർ വായിച്ചെടുക്കുന്നത്. അപ്പൊ അൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രതികരണവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളൊക്കെ ഇപ്പോൾ സ്വാഭാവികമായി ഇയാളൊരു ഇരട്ടത്താപ്പനാണ്, ഇയാളെ നമ്പാൻ കൊള്ളില്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ഇപ്പോൾ തിരിയുന്നുണ്ട്. ഇപ്പൊ തിരിയുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? അതായത് അതിനെ പ്രതിരോധിക്കുന്നത് അൻവറിന്റെ ഒരു അൻവർ ആർമിയുണ്ട്. ആ അൻവർ ആർമിയിൽ കോലീബി സഖ്യമാണുള്ളത്. സഖാക്കളൊക്കെ കൈവിട്ടു. അപ്പൊ അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം, സ്വാഭാവികമായും അൻവർ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹത്തെ ആരെങ്കിലും എതിർക്കുകയാണെങ്കിൽ, ദാ കണ്ടില്ലേ, ഇന്നലെ വരെ അൻവറിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന ആൾ ഇപ്പൊ ദാ അൻവറിനെ എതിർത്ത് പറയുന്നു എന്ന രീതിയിൽ ഒരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് ആ ഉയർന്നു വരുന്ന ശബ്ദം ഇല്ലാതാക്കാനുള്ള ശ്രമം ഒരു സംഘത്തെ വെച്ചുകൊണ്ട് ചെയ്യുകയാണ്. എന്നാൽ സത്യം എന്താണ്? പാർട്ടിയും സഖാക്കളും ഒക്കെയാണ് അൻവറിനെ, ഒന്നുമല്ലാതിരുന്ന അൻവറിനെ ഒരു MLA ആക്കി മാറ്റിയത്. അതും പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിച്ചാണ് ഇവിടം വരെ എത്തിച്ചത്. അവസാനം അതേ പാർട്ടിക്കും അതേ സർക്കാരിനും അതേ സഖാക്കൾക്കും 8ന്റെ പണി കൊടുത്തുകൊണ്ട് അവരെ വഞ്ചിച്ചുകൊണ്ട് ഒരു യൂദാസിനെ പോലെ PV അൻവർ അഴിഞ്ഞാടുമ്പോൾ സ്വാഭാവികമായും വിമർശിക്കാനുള്ള അവകാശം അവർക്കുണ്ട്. ഇന്നലെ വരെ കൊല്ല എന്ന് പറഞ്ഞു നടന്ന ആളുകളൊക്കെ ഇന്ന് സൂപ്പറ എന്ന് അൻവർ പറയുമ്പോൾ അൻവറിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്ന,
അൻവറിനൊപ്പം ഉണ്ടായിരുന്ന, അൻവറിനെ വളർത്തിയ ആളുകൾക്ക് അതിനെ വിമർശിക്കാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നതാണ് വസ്തുത. അൻവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് എക്കാലത്തും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. അൻവർ ശരി ചെയ്തിട്ടുണ്ടെങ്കിൽ ശരിയാണെന്ന് പറയും. പക്ഷെ ഇപ്പോൾ അൻവർ പോയിക്കൊണ്ടിരിക്കുന്നത് തെറ്റായ ദിശയിലൂടെയാണ്. സംഘപരിവാർ രാഷ്ട്രീയത്തെ ഈ മണ്ണിൽ വളർത്താൻ വേണ്ടി അൻവർ പണിയെടുക്കുകയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. അൻവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടങ്ങൾ അത് കോൺഗ്രസിന് ഗുണം ചെയ്യില്ലെന്ന് നമുക്കറിയാം. പക്ഷേ അത് സംഘപരിവാരങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇദ്ദേഹത്തിന്റെ ഓരോ പ്രതികരണവും ഓരോ വാർത്താ സമ്മേളനവും ഇവിടെ സംഘപരിവാരങ്ങൾക്ക്, RSSന്, BJPക്കൊക്കെ വളരാനുള്ള ഒരു വളക്കൂറ ഉള്ള മണ്ണാക്കി മാറ്റാൻ ആ വാർത്താ സമ്മേളനങ്ങൾ ഉപകരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. PV അൻവർ എന്ന് പറയുന്ന ഈ MLAക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിഷേധം എങ്ങനെ ഉണ്ടായി എന്നത് പരിശോധിക്കപ്പെടേണ്ടേ? ഇന്നലെ വരെ PV അൻവർ നീതിക്ക് വേണ്ടി സംസാരിച്ചു. ഇദ്ദേഹം ഒരു നീതിമാനാണെന്ന് വിശ്വസിച്ച പല ആളുകളും ഉണ്ടായിരുന്നു. അല്ല, പല ആളുകളെയും അങ്ങനെ വിശ്വസിപ്പിച്ചു. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അധികാരമോഹങ്ങൾ, അതെല്ലാം നടപ്പിലാക്കി എടുക്കാൻ വേണ്ടി ഒരു കൂട്ടം സഖാക്കളെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോൾ സ്വാഭാവികമായും അതിനെ എതിർത്തുകൊണ്ട്, അത്തരം വിഷയങ്ങളിൽ പ്രതികരണം രേഖപ്പെടുത്തിക്കൊണ്ട് ആളുകൾ രംഗത്തേക്ക് വരും. ഇവിടെ PV അൻവർ സത്യത്തിൽ നടത്തിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങളും, അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള എല്ലാ രീതിയിലുള്ള സമീപനങ്ങളും പാർട്ടിക്കും സർക്കാരിനും ഗുണം ചെയ്യുന്നതായിരുന്നില്ല. പാർട്ടിക്കും സർക്കാരിനും ഗുണം ചെയ്യാത്ത രീതിയിൽ അതിന്റെ കടക്കൽ കത്തിവെക്കുന്ന രീതിയിലുള്ള ചില പണികൾ കാണിച്ചു വെച്ചിട്ട് പിടിക്കപ്പെടുമ്പോൾ ഇതൊക്കെ പാർട്ടിക്കും സർക്കാരിനും സഖാക്കൾക്കും വേണ്ടിയാണെന്ന് പറഞ്ഞു നടന്ന PV അൻവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു. PV അൻവർ കണ്ണടച്ചാൽ PV അൻവറിന് മാത്രമേ ഇരുട്ടാവുകയുള്ളൂ എന്ന സത്യം. ഇപ്പോൾ വലിയ രീതിയിൽ PV അൻവർ മാധ്യമങ്ങളിൽ കൊട്ടി ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇന്നലെ പാർട്ടി PV അൻവറുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചോടുകൂടി തന്നെ PV അൻവറിനെ ആർക്കും വേണ്ട. അതായത് സ്വന്തം അതായത് ഒരു ഭരണകക്ഷി MLA ആയിരുന്നിട്ട് അതേ സർക്കാരിന് തന്നെ ജയിപ്പിച്ച അതേ പാർട്ടിക്കെതിരെ തന്നെ 8ന്റെ പണി കൊടുക്കുന്ന ഇത്തരം യൂദാസുമാരെ വേറെ ആരെങ്കിലും നമ്പുമോ? ഇപ്പൊ പുതിയ പാർട്ടിയൊക്കെ രൂപീകരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്? അപ്പോ ഈ പാർട്ടിയിൽ PV അൻവർ വലിയ രീതിയിലുള്ള ആളുകൾ, വലിയ സഖാക്കൾ എത്തുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഒരു സഖാവും എത്തുന്നില്ല. പാർട്ടിയെ സ്നേഹിക്കുന്നവർ, പാർട്ടിയെ കുറിച്ച് നന്നായി അറിയാവുന്നവരൊക്കെ PV അൻവറിനെ ഇട്ടിട്ട് പോയി. PV അൻവർ നമുക്കറിയാം, എക്കാലത്തും ഇദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പക്ക ഈ ഒരു എന്താ പറയാ, ഈ നിയമലംഘനങ്ങളൊക്കെ നടത്തി ഈ നാട്ടിലെ ഒരു പൊതുവായിട്ടുള്ള ഒരു പ്രശ്നക്കാരനായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. PV അൻവറിനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി തന്നെ അറിയാം. അദ്ദേഹം എക്കാലത്തും വാർത്തകളിൽ ഒരു വിവാദ MLA തന്നെയായിരുന്നു. എന്നിട്ടും ഈ സർക്കാരും സഖാക്കളും അദ്ദേഹത്തെ സംരക്ഷിച്ചു. ഇനി വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ എന്തായാലും സഖാക്കൾ പിന്തുണക്കില്ല എന്ന സത്യം നന്നായി തന്നെ അൻവറിന് മനസ്സിലായി. അപ്പൊ അൻവർ പുതിയ ഗിമ്മിക്ക് നമ്പറൊക്കെ ആയിട്ട് ഇറങ്ങിയതാണ്. ഇനി ആകെ ഒരു രക്ഷ കോലീബി സഖ്യത്തിന്റെ പിന്തുണയാണ്. ആ പിന്തുണയ്ക്ക് വേണ്ടി കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകളാണ്. ഒരു സഖാവ് എന്ന രീതിയിൽ പാർട്ടിയെ വളർത്തിയെടുക്കാനോ അല്ലെങ്കിൽ സർക്കാരിന്റെ തുടർഭരണത്തിന് ഉപകരിക്കുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ അൻവറിന് കഴിഞ്ഞിട്ടില്ല. അൻവറിന്റെ പലപ്പോഴും ഉള്ള പ്രതികരണങ്ങൾ എതിരാളികൾക്ക് അടിക്കാനുള്ള വടി കൊടുക്കുന്നതിന് തുല്യമാണ്. അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും PV അൻവർ ഒരു ശക്തി പ്രകടനം കൂടി നടത്താൻ ശ്രമം നടത്തുന്നു എന്ന് കേൾക്കുന്നു. ആരെയും തന്നെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. പേടിക്കേണ്ട അൻവറെ. കോലീബി സഖ്യത്തിൽ നിന്ന് എന്തായാലും ആ കൊടി പിടിക്കാനും പാർട്ടിക്ക് വേണ്ടി അണിനിരക്കാനും ഒക്കെ ആളുകൾ ഉണ്ടാകും. പക്ഷെ അവരും അൻവറിനെ പോലെ തന്നെ ആകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതായത് അൻവറിനെ പോലെ അല്ലെങ്കിൽ അൻവറിന്റെ പാർട്ടിയിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ സ്വഭാവം ഇതുപോലെ അൻവറിന്റെ സ്വഭാവം തന്നെ ആയിരിക്കുമല്ലോ. എന്തായാലും കുറച്ചു നാൾ കൊടി പിടിച്ച് നടന്ന് അവസാനം അതേ കൊടിക്കും അതേ നേതാവിനും പണി തന്നിട്ട് പോകുന്ന ആളുകൾ തന്നെയാകും മിക്കവാറും ഉണ്ടാവുക. എന്തായാലും ഷാജൻ സ്കറിയെയും ഏഷ്യാനെറ്റിനെയും ഒക്കെ വലിയ രീതിയിൽ വിമർശിച്ച് ടെസ്റ്റ് നമ്പർ ഇട്ട് നടന്ന PV അൻവറിന് ഇപ്പോ ഇവരില്ലാതെ പറ്റില്ല എന്നായിട്ടുണ്ട് എന്നൊക്കെ തോന്നിപ്പോവുകയാണ്. എത്ര വേഗമാണ് ചങ്ങാതികളായി മാറിയത്. ജനങ്ങളെ വിഡ്ഢികളാക്കുകയായിരുന്നില്ലേ? എന്തൊക്കെ പ്രഹസനമായിരുന്നു. ഇവരോടൊക്കെ കടുത്ത എതിർപ്പാണ്. ഞാൻ ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിറങ്ങിയത് ഈ നാട്ടിലെ സഖാക്കളെയൊക്കെ കൂടെ നിർത്താൻ വേണ്ടിയുള്ള കളിയായിരുന്നു. PV അൻവർ സത്യത്തിൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കളിയൊന്നുമല്ല. വ്യക്തമായ സ്ക്രിപ്റ്റിന്റെയും വ്യക്തമായ തിരക്കഥയുടെയും അടിസ്ഥാനത്തിലാണ് അയാൾ കളിക്കാൻ ഇറങ്ങിയത്. ആദ്യം സഖാക്കളെ കൂടെ നിർത്തുക, പിന്നീട്
അവരെ സർക്കാരിനും പാർട്ടിക്കും എതിരാക്കാൻ ശ്രമം നടത്തുക, ഇതായിരുന്നു ലക്ഷ്യം. പക്ഷേ എടുത്തിയാട്ടം അത് പണി തന്നു. ഇത് കോൺഗ്രസ് അല്ലല്ലോ. കോൺഗ്രസിൽ നിന്ന് വന്ന PV അൻവറിന് ഒരു കോൺഗ്രസ് സ്വഭാവം മാത്രമേ ഉണ്ടാകൂ. ആ കോൺഗ്രസ് സ്വഭാവം കാണിച്ചു, പെട്ടെന്ന് എടുത്തിയാടി. ആ ഈ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന് ഒരു അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നു, ഒരു ഉണ്ടയില്ലാ പടി. അതോടെ പണി തീർന്നു. എന്തായാലും PV അൻവറിന്റെ മുഖ്യമന്ത്രി മോഹവും ആഭ്യന്തരമന്ത്രി മോഹവും ഒക്കെ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു PC ആയി ഈ PV അൻവർ ഉദയം പ്രാപിക്കുകയാണ്. ഇനി MM മണി പറഞ്ഞ ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. MM മണിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ, അത് വായിക്കേണ്ടതാണ്. അതുകൂടി വായിച്ചുകൊണ്ട് ഞാൻ ഈ വാർത്ത എന്തായാലും ഈ അൻവറിന്റെ വാർത്ത അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് MM മണി പറയുന്നത്: ഞങ്ങളെ വിമർശിക്കുന്നവരുണ്ടാകും, ഞങ്ങളെ എതിർക്കുന്നവരുണ്ടാകും, അവരെല്ലാം ആ വഴിക്ക് പോവുക എന്നേ ഉള്ളൂ. അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളെ അല്ല. ഞങ്ങളെ ബാധിക്കുന്നത് ഈ നാട്ടിലെ പ്രശ്നങ്ങളാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. അതെ, ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ഇത്രയും ദിവസം അൻവറിന്റെ വാർത്ത ചെയ്യാൻ ഇടയായ സാഹചര്യം, അൻവർ നമ്മളെയും തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. അൻവറിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ആദ്യം മനസ്സിലായിരുന്നില്ല. അൻവറിന്റെ ഉദ്ദേശം പുതിയ പാർട്ടി രൂപീകരിക്കുക, ഒപ്പം ഈ സർക്കാരിനെ താഴെയിറക്കുക എന്നുള്ളതൊക്കെയായിരുന്നു. അല്ലാതെ അൻവറിന്റെ കയ്യിൽ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. യാതൊരു തെളിവുമില്ല എന്ന് അൻവർ തന്നെ റിപ്പോർട്ടർ ചാനലിലെ ഉണ്ണിയുടെ മുമ്പിൽ സമ്മതിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ട സ്ഥിതിക്ക് ഇനി അൻവർ എന്ന് പറയുന്ന ഈ കാട്ടുതൊരപ്പനെ നമ്മൾ എന്തായാലും സംരക്ഷിക്കേണ്ടതില്ല,